ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ മുട്ടിയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ പോപ്കോൺ ആണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോപ്കോൺ ആണ്. ഈവനിങ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്കൊരു 2 മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചത്, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സി ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നല്ലോണം അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തി മാവൊക്കെ പോലെ ആ ഒരു ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം. നമുക്ക് എണ്ണയിൽ പൊട്ടിപ്പോകാതെ നുള്ളി നുള്ളി ഇടേണ്ടതാണ്. അപ്പോൾ ലൂസായി പോകുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറോ അരിപ്പൊടിയോ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ, പൊട്ടാറ്റോയിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ മാവ് കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. മുട്ടൻ്റെ വെള്ളഭാഗം ഉണ്ടെങ്കിൽ അത് ശരിക്കും പൊടിച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് എണ്ണയിലേക്ക് ഇതുപോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പോപ്കോണിൻ്റെ സൈസിൽ അങ്ങ് നുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. പിന്നെ മുട്ട ആയതുകൊണ്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും പൊട്ടിത്തെറിക്കുമെന്ന്. ഒന്നും സംഭവിക്കില്ല കേട്ടോ. മുട്ട നമ്മൾ ആ വെള്ളഭാഗം നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഇതിൽ പൊട്ടാറ്റോ ചേർത്തതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം അങ്ങ് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്